ഇന്നേ ഒരു മെഴുക്കോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണേ. അത് വേറൊന്നുമല്ല, കുറച്ച് പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാട്ടുപാവലല്ല, എന്നാൽ അതിൻ്റെ ഒരു ഇനം കൂടിയാണ് കേട്ടോ. ഭയങ്കര കയ്പ്പാണ് ഈ സാധനത്തിനെ. അതുകൊണ്ട് ഇത് തന്നെ മെഴുക്കോട്ട് വെക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ തന്നെ 2 ഉരുളക്കിഴങ്ങ് കൂടി ഇടാമെന്ന് വെച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ജസ്റ്റ് നല്ലൊരു ഫ്രൈ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ ഈ പാവയ്ക്കൊക്കെ ആണെങ്കിൽ തേങ്ങ ഒതുക്കിയിട്ടൊക്കെ വെക്കാറില്ലേ പതിവ്. മെഴുക്കോട്ടി ഒന്നും വെച്ചാൽ ഈ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഒട്ടും ഇഷ്ടപ്പെടത്തില്ലല്ലേ. അതുപോലെ കാട്ടുപാവലാണെന്നും പറഞ്ഞിട്ട് അയ്യേ എന്നും പറഞ്ഞുകൊണ്ട് പലരും ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ കൊള്ളത്തില്ല എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെങ്കിൽ സംഭവം നല്ല ടേസ്റ്റ് കേട്ടോ. അത് ഫ്രൈ ചെയ്തെടുക്കുക, തേങ്ങയൊക്കെ ഒതുക്കിയിട്ടൊക്കെ എടുക്കുകയാണെങ്കിലും നല്ലതാണേ. നമ്മളത് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതല്ലേ, നമ്മളത് വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പാവയ്ക്കയും മറ്റേ സവോളയും മുളകും ഉരുളക്കിഴങ്ങും ഒക്കെ കൂടെ തലയും വാലും നാരും ഒക്കെ കണ്ടിച്ച് എടുത്തിട്ടുണ്ടേ. പിന്നെ പാവയ്ക്കയുടെ അകത്തെ കുരു നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് എടുത്ത് കളഞ്ഞാൽ മതിയാവും. മൂത്തതാണോ എന്ന് അറിയാൻ പാടില്ല, എന്തായാലും കുഴപ്പമില്ല അല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അതിനെ നീളത്തിലോ കുറുകിയോ എങ്ങനെ വേണേലും നമുക്ക് അരിഞ്ഞെടുക്കാവേ. ഇവിടെ നീളത്തിലൊക്കെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നീട്ടം കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ട് അല്ലെ വലിപ്പം കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ട് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാനതുകൊണ്ട് അതിനെ കുറുകി അങ്ങോട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാമെന്ന് വെച്ചു. അപ്പം ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം അടുത്തത് നമ്മുടെ പാവയ്ക്കയിലേക്ക് തുടങ്ങിയേക്കാം അല്ലേ. പാവയ്ക്ക മൂത്ത കുരുവാട്ടോ, വലിയ കുഴപ്പമില്ല. നടാനായിട്ട് വേണമെങ്കിലൊക്കെ പറ്റും. പക്ഷെ നമുക്കിവിടെ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് അതിനെ വെറുതെ കളയാനാണ്. പക്ഷേ അതിനെ വെറുതെ കളയാനുള്ളൊരു മനസ്സ് സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല. എനിക്കിഷ്ടമാണ് ഇങ്ങനെ പച്ചക്കറി നടാനൊക്കെ ആയിട്ട്, പക്ഷെ നമുക്കതിനുള്ള സൗകര്യമില്ലേ. അതുകൊണ്ട് അപ്പം അങ്ങനെ വെറുതെ കളഞ്ഞേക്കാം അല്ലേ. അപ്പോൾ നമുക്കതിനെയും ഒന്ന് കുറുകി ഒന്ന് അരിഞ്ഞെടുക്കാം അല്ലേ. അപ്പോൾ അതങ്ങനെ ഇങ്ങനെ നടക്കട്ടെ. എല്ലാ പാവയ്ക്കൊന്നും മൂത്തതല്ല കേട്ടോ, ചെറുതായിട്ട് ഇതുണ്ടോ അരിമ്പിഞ്ച് വരെ ഉണ്ട്. ഇനി വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതല്ലേ. അപ്പം മൂപ്പുണ്ടോയെന്നോ ഇല്ലയോന്നോ ഒന്നും ഇവർക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അതെല്ലാം അതിൻ്റേതായ വഴിക്ക് പോകുന്ന ആളുകളാണല്ലോ അല്ലേ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നമ്മുടെ പാവയ്ക്കായും പൊട്ടറ്റോയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 പച്ചമുളകും കൂടി ഇടാം. നല്ല എരിവുള്ള മുളകാണേ, പക്ഷേ നല്ലതാണ്. ഇച്ചിരി എരിവങ്ങി ഇരിക്കട്ടെ നീ. പിന്നെ എരിവ് വേണ്ടവർക്ക് കൂടുതലിടാം, അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി. പറയാൻ മറന്നേ, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഇതേ പോണു, അതൊന്ന് കുത്തി എരിഞ്ഞുകൊണ്ട് ഇടാം കേട്ടോ. ഇഞ്ചി എന്ത് മെഴുക്കോട്ടി വെച്ചാലും നമ്മളൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇടുന്നത് നല്ല ടേസ്റ്റാട്ടോ. ഒന്ന് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, മിക്കവരും ഇതിനൊക്കെ ചെയ്യുന്ന പണിയാണ്. ഇനിയിപ്പോൾ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ച് നോക്കിക്കോളൂ. അടുത്തത് ഇനി നമ്മുടെ സവോള. അങ്ങേരെ ഒരു വലിയ സവോള, ഏകദേശം ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് ആവശ്യമുണ്ടെങ്കിൽ അരിഞ്ഞ് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. അങ്ങനെ നമ്മുടെ സവോളയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനൊരു സവോളയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ അരിയുന്നില്ല, ഇതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഒരു ആദ്യം എടുത്തിരുന്ന ഒരു മാതിരി മുഴുത്ത സവോളയായിരുന്നു. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോവുകയെ, അതുകൊണ്ട് കൊള്ളത്തില്ല. പിന്നെ പോയിട്ട് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിതൊന്ന് വെക്കാം. അപ്പോഴേ നമ്മുടെ ചീൻചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. കടുകൊന്ന് ഒരുപാട് എണ്ണ ഞാൻ ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ കടുക് മുങ്ങിക്കിടക്കാനുള്ള പരിപാടിയൊന്നും ഉള്ളതില്ല. അല്പം സ്വല്പം അങ്ങേയറ്റവും ഇങ്ങേറ്റമൊക്കെ ആയിട്ട് എണ്ണ വന്നിട്ടുള്ളൂ. ഞങ്ങളിവിടെ ഒരുപാട് എണ്ണ അങ്ങ് ഉപയോഗിക്കാറില്ല. ചിലപ്പോൾ ഇതിലും കുറച്ച് ഉപയോഗിക്കുന്നവരുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ മെഴുക്കോട്ടി വെക്കുമ്പോൾ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനത് ഇട്ടിട്ടില്ല, കാരണം വെച്ചാൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്ന കാരണം തേങ്ങ ഇടാറില്ല. അല്ലെങ്കിൽ എണ്ണ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ ഇടാറുള്ളൂ കേട്ടോ. അതെല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. നമ്മൾ കടുക് ഏകദേശം പൊട്ടി വരുന്നുണ്ടേ. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറിവേപ്പില ഇങ്ങനെ ഇതിനകത്തോട്ട് വേണമെങ്കിലും ഇടാം, കടുക് പൊട്ടിക്കുന്നതിനകത്തോട്ട് വേണമെങ്കിൽ ഇടാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂട്ടിനകത്തോട്ട് ഇടുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാം കൂടെ നമുക്കൊന്ന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇട്ട ആ ഒരു സമയത്ത് പെട്ടെന്ന് അടിയിൽ പിടിക്കുവേ, അതുകൊണ്ടാണ്. നമുക്ക് കുറച്ച് മുളക് പൊടിയാണേ
അത് അതിൻ്റെ എരിവിനനുസരിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ സ്പൂണാണ് അത്രയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണേ. ഒന്ന് ഇളക്കി കൊടുത്തോളാം. അതിൻ്റെ സാധാരണ നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് തന്നെ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ കടായി പെട്ടെന്ന് അങ്ങോട്ട് ചൂടായി കഴിയുമ്പോൾ പെട്ടെന്ന് ഇട്ട് കൊടുക്കുമ്പോൾ അത് കരിഞ്ഞു പോകും വേഗത്തിൽ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതെല്ലാം കൂടെ ഒന്ന് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഏകദേശം ഇത്രത്തോളം ഉപ്പും കൂടെ ഒരു പൊടിക്കും കൂടെ കൊടുക്കാം, കുഴപ്പമില്ല. ഇനി ഒന്നുകൂടെ ഇളക്കി നന്നായിട്ട് എടുക്കാവേ. ഇതിനെ നമുക്കൊന്ന് കൂട്ടി വെച്ചിട്ട്, ഞങ്ങളുടെ ഭാഷയെ പറയുകയാണെന്നുണ്ടെങ്കിൽ തട്ടിപ്പൊത്തി വെക്കാന്ന് പറയും. തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിലും സ്റ്റൗവിൽ വെച്ചാലും എല്ലാം ഒരുപോലെ തന്നെയാണേ. അപ്പോൾ ഇതാ നമുക്കൊരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് വേണ്ട, കുഴഞ്ഞു പോകും. ഉരുളക്കിഴങ്ങ് ആൾ വില്ലനായോണ്ടേ. അപ്പോൾ അതാ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. അടച്ചു വെച്ച് നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് അവിടെ അങ്ങ് ഇരിക്കട്ടെ. ഓക്കെ, നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തേക്കാന്ന്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒന്നുകൂടി ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം. വേവാവുന്നേ ഉള്ളൂ. കാരണം ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ കരിഞ്ഞു പിടിക്കുവേ. സാധാരണയൊക്കെ ചിലപ്പോൾ ഒക്കെ മറന്നു പോകുമ്പോൾ കരിഞ്ഞ മണം വരുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത്. ഇന്നേതായാലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പം ഒന്നുകൂടെ അവിടെ നിന്ന് ഇരിക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ കറി ഒന്നുകൂടെ നോക്കാം കേട്ടോ. ഇതാ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പം അത് പതുക്കെ വെള്ളം മാറ്റാൻ തുടങ്ങിയിട്ടുണ്ടേ. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ നമുക്കൊന്ന് ചേർത്തിടാം. ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് എന്തെങ്കിലും വേവാൻ എന്നാ നേരം വേണം അല്ലേ. അതുകൊണ്ട് ഇനിയിപ്പോൾ തീയുടെയൊന്നും ആവശ്യമില്ല. ഇഞ്ചിയുടെ ചൂട് മതിയാവും. അവിടെ കിടക്കട്ടെ. ഇനി വേണ്ടവർക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊരു കറിവേപ്പിലയും കൂടി ഇട്ടാൽ സംഭവം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് മോരുകറിയും കൂടെ ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ അടിപൊളിയായിരിക്കും. ഞങ്ങൾക്ക് മോരുകറിയാണേ. നിങ്ങൾക്ക് മോരുകറി ഉണ്ടോ എന്ന് പറയണേ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാവോ. പിന്നെ പോയിട്ട് ലൈക്ക് ഷെയർ ഒക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.